ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ടൈലറിംഗ് ക്ലാസ് നമ്പർ 72ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നൈറ്റിയുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ബാക്കി പോർഷൻസൊക്കെ കാണിക്കുന്ന ഫ്രണ്ട് നെക്കിൻ്റെ നമ്മൾ ഇട്ടു കേട്ടോ. ഓൾറെഡി നമ്മൾ തയ്ച്ചിട്ടിൻ്റെ ടൈലറിംഗ് ക്ലാസ് നമ്പർ 79-ലുണ്ട്. ഈ വീഡിയോയുടെ ലാസ്റ്റ് ബോക്സിൽ ഞാൻ യൂട്യൂബിലുള്ളവർക്ക് ഇട്ടേക്കാം. ഇപ്പോൾ ബാക്ക് നെക്കാണ് ചെയ്യുന്നത് കേട്ടോ. ബാക്ക് നെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തില്ലേ, ആ ഒരു തുണി പീസ് ജസ്റ്റ് വെച്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് അപ്പോൾ അളവ് കറക്റ്റായിട്ട് വരും. ഇനി നമുക്ക് കഴുത്തിൻ്റെ അകലം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് സാധാരണ നൈറ്റിക്ക് ചിലവർ 3 ഇഞ്ച് കൊടുക്കും, 4 ഇഞ്ച് കൊടുക്കും, 5 ഇഞ്ച് കൊടുക്കും. 3 ഇഞ്ചൊക്കെ കൊടുക്കുമ്പോൾ കഴുത്തങ്ങ് കുടുങ്ങിയ പോലെ കിടക്കും. നമുക്കൊരു വിസ്താരത്തിൽ വെപ്പാണ്ട് നമുക്ക് നൈറ്റൊക്കെ വീട്ടിലിടാനായിട്ട് ഞാനൊരു 5 ഇഞ്ച് കൊടുത്തിട്ട് കഴുത്തിൻ്റെ അകലം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ 2.5 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത പീസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഒപ്പം തന്നെ നമുക്ക് വരും. അപ്പോൾ നമുക്കിത് ഇതായിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി നമുക്കിത് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന് വെച്ച് ഇത് മടക്കി വെച്ചിരിക്കുന്ന തുണിയാണ്, ഇത് ബാക്ക് പോർഷനാണ്. അപ്പോൾ ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് ക്രോസ് പീസ് എടുത്തിട്ട് നമ്മൾ തയ്ക്കുകയാണ് ചെയ്യുന്നത്. ക്രോസ് പീസ് നമ്മൾ ഓൾറെഡി കട്ടിംഗ് വീഡിയോയിൽ ടൈലറിംഗ് ക്ലാസ് നമ്പർ 70-ൽ നമ്മൾ കട്ടിംഗ് വീഡിയോ ഇട്ടു. ടൈലറിംഗ് ക്ലാസ് നമ്പർ 71-ൽ നമ്മൾ നെക്ക് ഡിസൈൻ ഇട്ടത്. 72 ആണ് ഇത്. അപ്പോൾ ഇതെല്ലാം ഈ വീഡിയോയുടെ ലാസ്റ്റ് ബോക്സിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു ക്രോസ് പീസ് നല്ല വശത്തിൻ്റെ മേലെ വെച്ചിട്ട് ചുറ്റും ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട്. എന്നിട്ട് ആ തയ്യൽ തുമ്പിൽ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. തയ്യലിൽ തട്ടരുത്, തയ്യൽ തുമ്പിൽ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എന്താ ചെയ്യുന്നത് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ടൈലറിംഗ് ക്ലാസ് നമ്പർ 72 നമ്മുടെ ഈ ഒരു നൈറ്റി ഫിനിഷ് ആവുന്നതാണ്. ഇനി അടുത്തത് എന്താ വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ബ്ലൗസ് ഇട്ടിട്ടുണ്ട്, അത്യാവശ്യം എല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 72ാമത്തെ ക്ലാസ് ആണത്. അപ്പോൾ ചുറ്റൊന്ന് അപ്പോൾ ഈ ഒരു ക്ലാസ് ഒരുപാട് ഡിലേ ആയി, കാരണം കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് എങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടേ കണ്ടോ. ഈ ഒരു ക്രോസ് പീസ് നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് എടുക്കുക. ഫ്രണ്ട് പീസ് എടുത്ത ശേഷം ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ബാക്കിൻ്റെ നല്ല വശത്തോട് ചേർത്ത് വയ്ക്കുക. ഫ്രണ്ട് പീസിൻ്റെ നെക്കിൻ്റെ വശം ബാക്കിൻ്റെ നെക്കിൻ്റെ ആ ഒരു ക്രോസ് പീസിനോട് ചേർത്ത് വയ്ക്കാം. ക്രോസ് പീസ് നമ്മളത് ഇതിങ്ങനെ പൊങ്ങിയിരിക്കുന്നില്ലേ, ആ ക്രോസ് പീസിനെ ആ ഒരു ഫ്രണ്ട് പീസിൻ്റെ മേലത്തോട്ട് നമ്മളിങ്ങനെ കിടത്തി വെച്ച ശേഷം ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് അടിക്കണേ, ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക. 2 സൈഡിലും ഇങ്ങനെയാണ് നമ്മൾ പുറത്ത് തയ്ച്ചു കൊടുക്കുമ്പോൾ ഇതാവുന്നത്. 10,000 രൂപ ഈ ഒരു നൈറ്റി അടിച്ചാലല്ല നമുക്ക് 10,000 രൂപ കിട്ടാം. ആരും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 10,000 രൂപ ഒരു നൈറ്റി അടിച്ചാൽ ആർക്കും 10,000 രൂപ കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അതായത് നൈറ്റ് നമ്മൾ യൂണിറ്റ് പോലെ ചെയ്യുന്നത്, നൈറ്റ് ബിസിനസ് ചെയ്യുന്നത്, അതായത് ഈ തുണി മേടിച്ച് ഹോൾസെയിലായിട്ട് മേടിച്ച് നമ്മൾ തയ്ച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 10,000 അല്ല 10,000-25,000 രൂപ വരെ കിട്ടും കേട്ടോ. കാരണം നമുക്കൊക്കെ ഇങ്ങനെ ഓർഡറുകൾ വരാറുണ്ട്. അതായത് ഒരു 100 നൈറ്റ് വേണം, 50 നൈറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് യൂണിറ്റുകൾ അല്ലെങ്കിൽ ചെയ്യുന്നവർ ഓർഡർ തരാറുണ്ട്. അങ്ങനെ തുണിയും കൂടി നമുക്ക് അവർ തരാറുണ്ട്, നമുക്ക് തയ്ച്ചു കൊടുത്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിലും കിട്ടും. പക്ഷേ അത് നഷ്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് തുണി കൂടി നമ്മൾ എടുത്തിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കുകയാണെങ്കിലാണ് നമുക്ക് ആ ഒരു ലാഭം നമുക്ക് 25,000 രൂപ കിട്ടും. അല്ലാണ്ട് ഒരു നൈറ്റി അടിച്ചു കൊടുത്താലോ അല്ലെങ്കിൽ 10 നൈറ്റി അടിച്ചാലോ 10,000 രൂപ കിട്ടില്ല. അതുകൊണ്ട് കമൻസ് ഇടുന്നവരോട് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞു കേട്ടോ. ഇനി അത് തെറ്റിദ്ധരിക്കരുത്, എന്താണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരുപാട് പേര് ഇപ്പോൾ നൈറ്റി ബിസിനസ് ചെയ്യുന്നുണ്ട്, തയ്ച്ചു കൊടുക്കുന്നുണ്ട്, ഒരുപാട് വീട്ടമ്മമാർ. എനിക്കറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞു, ഞാനടക്കം തയ്ച്ചു കൊടുക്കാറുണ്ട്. അപ്പം നമ്മളിതേ ഷോൾഡർ ഒരെണ്ണം കൂട്ടിയടിച്ചു. ഇനി ഇതേ മറ്റേ ഷോൾഡർ ബാക്ക് നെക്കിനോട് ചേർത്ത് ഫ്രണ്ട് പീസ് വെച്ചിട്ട് എന്നിട്ട് ഇതേ ക്രോസ് പീസിന് ആ ഒരു ഫ്രണ്ട് പീസിൻ്റെ മേലോട്ട് നമ്മൾ ഇങ്ങനെ വെച്ച ശേഷം, ഞാൻ ഒട്ടും സ്പീഡ് കൂട്ടിയിട്ടില്ല വീഡിയോയ്ക്ക്. അപ്പോൾ യൂട്യൂബിലുള്ളവർക്കാണെങ്കിൽ സ്പീഡ് കൂട്ടിയും കുറച്ചൊക്കെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ വീഡിയോയുടെ കട്ടിംഗ് പാർട്ട് 70-ലും നെക്ക് പോർഷൻ 71 ക്ലാസ്സിലാണ് ഉള്ളത്. അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മളിതിങ്ങനെ തയ്ച്ച് വരുന്നുണ്ട്, ഒപ്പം വെച്ച് നമ്മൾ തയ്ച്ച് വരും. അപ്പോൾ അതോടുകൂടി നമ്മൾ എന്താവും, ഷോൾഡർ കൂട്ടിയടിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ റെഡിമെയ്ഡിന് ഷോൾഡർ നമ്മൾ കൂട്ടിയടിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ബാക്ക് നെക്ക് മടക്കി അടിക്കുകയാണ് ചെയ്യേണ്ടത്. ആ രീതിയിൽ വേണം നമ്മൾ പുറത്ത് തയ്ച്ചു കൊടുക്കാനായിട്ട്. അപ്പം ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ പുറത്ത് നൈറ്റീസ് നമ്മൾ തയ്ച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്കതിനെ അതിൻ്റെ ഉൾവശം എടുക്കുക. ഓക്കെ, ഉൾവശം എടുത്ത ശേഷം നോക്കിക്കേ, അതായത് ബാക്ക് നെക്കിൻ്റെ ഭാഗത്ത് ആ ക്രോസ് പീസ് ഒന്ന് മടക്കി അടിക്കണം. നമ്മളിപ്പോൾ അത് ഷോൾഡർ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ, ക്രോസ് പീസ് അവിടെ ഇങ്ങനെ നിൽക്കണമാണല്ലോ. അപ്പോൾ ആ ക്രോസ് പീസിനെ നമുക്കൊന്ന് ഇതുപോലൊന്ന് മടക്കി അടിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടോളൂ കേട്ടോ. ഇത് കണ്ടല്ലോ, ഇതുപോലെ ഇങ്ങനെ വെച്ച ശേഷം നമുക്ക് ഇങ്ങനെ ഈ ഒരു ക്രോസ് പീസ് ഇങ്ങനെ നിൽക്കണമുണ്ടോ. അപ്പോൾ അത് നമുക്കത് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ടൈലറിംഗ് ക്ലാസ് നമ്പർ ഇത് 72 ആണത്. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് എല്ലാവരും സ്കൂളിലൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ. 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ. ആദ്യമൊക്കെ മക്കളിങ്ങനെ ഉണ്ടോ, 10th-ലാണോ? കമൻറ്റ് ചെയ്യും. ഇവിടെ 10th ആയതുകൊണ്ടുള്ള തിരക്കൊക്കെ കൊണ്ടാണ് നമ്മളെ വീഡിയോസുകളൊന്നും വരാത്തത്. ഭയങ്കര തിരക്കാണ്, അതാണ്.
അപ്പോൾ അതെ ഇത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ അടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീവ് വെക്കുക എന്നുള്ള പരിപാടിയാണുള്ളത്. അത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വേറൊരു കാര്യം പറയാം, നമ്മൾ കുർത്തിയിൽ സ്ലീവ് കുഴിച്ച് വെട്ടുന്ന പോലെ ഫ്രണ്ട് ആം ഹോൾ കുടിക്കുന്ന പോലെ നൈറ്റിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്ലീവിൻ്റെ നടുഭാഗം നൈറ്റിയുടെ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ വെക്കുക. കണ്ടോ, സ്ലീവിൻ്റെ നടുഭാഗം നൈറ്റിയുടെ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ വെച്ച ശേഷം ആദ്യം ഒരു സൈഡ് അടിച്ചു വരിക, അതിനുശേഷം മറ്റേ സൈഡ് അടിച്ചു പോവാം. അപ്പോൾ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും വെച്ചെടുക്കാം. ഓക്കെ, പക്ഷെ നമ്മൾ വയ്ക്കണ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നൈറ്റിയുടെ നല്ല വശത്തിൻ്റെ മേലെ നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശം വെക്കണം. എന്നിട്ട് തയ്ക്കുമ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് വരിക. അത് മാത്രമേ ഇതിൽ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ 2 സ്ലീവും ഇതുപോലെ ഇടിക്കുക. ഞാനിപ്പോൾ ഒരു സ്ലീവേ കാണിക്കുന്നുള്ളൂ, ഞാനിത് ഇട്ട് കാണിക്കാനുണ്ട് ആക്ച്വലി. അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മൾ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലുമൊക്കെ നൈറ്റി തയ്ച്ചു കൊടുക്കുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഒരുപാട് വീട്ടമ്മമാർ നൈറ്റീസ് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. നല്ലൊരു ബിസിനസ്സായിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത് ഈ നൈറ്റി അടിക്കൽ. മൊത്തം നമ്മൾ ഹോൾസെയിലായിട്ട് നൈറ്റീസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു നൈറ്റിക്ക് വന്നിട്ട് 140-130 രൂപയ്ക്കൊക്കെ നമുക്കൊരു നൈറ്റി പീസ് കിട്ടും. ഓക്കെ, നമ്മൾ കേരളത്തിൽ നിന്ന് മേടിക്കാനാണെങ്കിലും പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിലും കുറവായി കിട്ടുവേ. അപ്പോൾ പുറത്ത് എന്ന് പറയുമ്പോൾ തമിഴ്നാട് ഉണ്ട്, സൂറത്തൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പീസിന് വന്നിട്ട് 60 രൂപ 50 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു സ്ലീവ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ സ്ലീവ് നമ്മൾ അടിച്ചെടുക്കുക. അപ്പോൾ സ്ലീവിൻ്റെ കൈയൊക്കെ ഒന്ന് മടക്കി അടിക്കണം. അപ്പം അതിന് ശേഷം ഇനി നമുക്ക് 2 സൈഡും കൂട്ടിയടിക്കുക. വേറൊരു കാര്യം, ഞാനിതിൽ കുറച്ച് ഫ്ലെയർ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ പുറത്ത് തയ്ച്ചു കൊടുക്കുന്നത്, അപ്പോൾ ചിലവർക്കൊക്കെ ഭയങ്കര വയറുണ്ടാവും. അപ്പോൾ ഇപ്പം ഞാൻ 2 സൈഡും കൂട്ടി അടിച്ചിട്ടുണ്ട് കേട്ടോ. കൂട്ടി അടിച്ച് ഇതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലവർക്കൊക്കെ ഭയങ്കര വയറുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്താ പറയുക, ഒരുപാട് ഷേപ്പാക്കി കഴിഞ്ഞാൽ വയറിങ്ങനെ ചാടി നിൽക്കുന്നപോലെ. അപ്പോൾ 2 സൈഡൊന്ന് കൂട്ടി അടിച്ചിട്ട് ഞാൻ അടിയൊന്നും മടക്കി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ടൈലറിംഗ് ക്ലാസ് നമ്പർ 72 ആണ്. ഇനി അടുത്തത് എന്താ വേണമെന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക്